പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ദിവസം നിങ്ങൾ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കണം. ഇന്ന് മാത്രമാണോ? എല്ലാ ദിവസവും ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കണമെന്ന്. എന്തുകൊണ്ടാണ് തളർന്നിരിക്കുന്നത്? മനസ്സിൽ എന്തുകൊണ്ടാണ് ഒരു നിരാശ തോന്നുന്നത്? ദിവസവും സന്തോഷത്തോടെ, മനോല്ലാസത്തോടെ ദിവസത്തെ ആരംഭിക്കണം. ദിവസം മുഴുവനും സന്തോഷമായിരിക്കണം. യേശു കൂടെയുണ്ട്. യേശുവോടൊത്ത് നടക്കുന്ന മക്കൾ സന്തോഷത്തോടെ ഇരിക്കണം, അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് എന്നെല്ലാവരും ചോദിച്ചാൽ, യേശു എന്റെ കൂടെയുണ്ടല്ലോ എന്ന് പറയണം. ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. നിങ്ങൾ മുഖം വീർപ്പിച്ച് വേദനയോടെ, വിഷമത്തോടെ ഇതെന്തൊരു ജീവിതമാണെന്ന് ദുഃഖത്തോടെ പല വാക്കുകളും പറയുകയാണ് എങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ യേശു കൂടെയുള്ളതിന് എന്താണ് അർത്ഥമുള്ളത്? ഇത് മനസ്സിന്റെ ആഴത്തിൽ ഒട്ടിച്ചു വെക്കണം. ശരി, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലോ, കടൽപ്പുറമാണല്ലോ, ഈ ലോകത്തിൽ ധാരാളം കടൽപ്പുറങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണോ? ഇത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തുള്ള അഡലേഡ് എന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലുള്ള കടൽക്കരയിലെ കടപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോ നാട്ടിലും കടൽപ്പുറമുണ്ട് എങ്കിലും ഓരോ നാടും വ്യത്യാസമായിരിക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ കാര്യങ്ങളും വളരെ അത്ഭുതകരമാണ്. അവയെല്ലാം കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ശരി, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി തരുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ? യിരെമ്യാവ് 31 അധ്യായം 3 വാക്യത്തിൽ ദൈവം പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എന്റെ മകനെ, മകളെ, എനിക്ക് നിന്നോടുള്ള സ്നേഹമുണ്ടല്ലോ. അത് അവിചാരിതമായിട്ടുണ്ടായ സ്നേഹമല്ല, അത് നിത്യസ്നേഹമാണ്. ആദികാലം മുതൽക്ക്, അതായത് ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിയുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എനിക്ക് നിന്നെ അറിയാം. നിന്നെ ഉരുവാക്കിയ ദൈവം ഞാനല്ലേ? അതിനാൽ അന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം പറയുന്നു. ഇന്ന് അല്ല, നിങ്ങളെ ഉരുവാക്കുന്നതിന് മുൻപ് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ ഉരുവാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു കുഞ്ഞ് ഉരുവാകണം. ഈ മകനും ഈ മകളും വളർന്ന് വലുതായി സന്തോഷത്തോടെ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. സന്തോഷത്തോടെ ഇരിക്കണമെന്ന് അവൻ അപ്പോൾ തന്നെ സ്നേഹിച്ച് വാത്സല്യത്തോടെ നിങ്ങളെ ഉരുവാക്കിയിരിക്കുന്നു. അതാണ് ആദ്യം മുതലുള്ള സ്നേഹം. അത് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്നേഹമല്ല, ആദ്യകാലം മുതൽ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹമാണ്. അതിനുവേണ്ടിയാണ് നമ്മെ വീണ്ടെടുക്കുവാനായി കുരിശിൽ തന്നെ ബലിയായി നൽകി രക്തം ചിന്തിയ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തന്നത്. ഈ ലോകത്തിൽ പാപക്കറകൾ ഉണ്ടായിരിക്കുന്നു, അതിനാൽ ശാപം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല, അനുഗ്രഹമില്ല എന്ന് വിചാരിച്ചാൽ ആ പാപശാപങ്ങളെ മാറ്റി അനുഗ്രഹിക്കുവാൻ ഒരു പദ്ധതി ഞാൻ ഉരുവാക്കി. കുരിശിൽ എന്നെ ബലിയർപ്പിച്ച് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്നോ? നിന്നോടുള്ള എന്റെ സ്നേഹം. എന്റെ മകനെ, എന്റെ മകളെ, നിന്നോടുള്ള എന്റെ വാത്സല്യം. ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു. ആദ്യം മുതൽക്കേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി മരിക്കാൻ എന്നെ കുരിശിൽ സമർപ്പിച്ചത്. ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നീ നകന്നാലും ഞാൻ നിന്നെ സ്നേഹിച്ച് എന്റെ സ്നേഹത്തിലേക്ക് നിന്നെ വലിക്കുന്നു എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ പണ്ട് പല ദൈവങ്ങളെയും ആരാധിച്ചിരുന്നവനാണ്. യേശുവിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് യേശു ദൈവമല്ല എന്ന് വാദിക്കുക മാത്രമല്ല, യേശുവിനെ പരിഹസിച്ച് നിന്ദിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള എന്നെ ഞാൻ മരണക്കിടക്കയിൽ മരിക്കാൻ കിടന്നപ്പോൾ ഞാൻ വിശ്വസിച്ച ഒന്നും എന്നെ സഹായിച്ചില്ല. ഉപേക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ ഇത്രയേയുള്ളൂ. ഞാൻ ഭക്തിയോടെ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചല്ലോ, എത്രയോ ഭക്തിയോടെ ആരാധിച്ചതല്ലേ, ആരും എനിക്ക് ഉത്തരം തന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിശ്വസിക്കാത്ത, വെറുത്ത യേശു തിരഞ്ഞു വന്ന് എന്നെ സൗഖ്യമാക്കിയല്ലോ. അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ഞാൻ കണ്ണുനീരൊഴുക്കി. എന്താണിത് യേശുവേ? എന്തിനാണ് എന്നെ തിരഞ്ഞു വന്ന് അത്ഭുതം ചെയ്തത്? ഞാൻ അങ്ങയെ വിശ്വസിച്ചിട്ടുമില്ല, തിരഞ്ഞു വന്നിട്ടുമില്ല. അങ്ങ് തന്നെ എന്നെ തിരഞ്ഞെന്റെ വീട്ടിൽ വന്ന് എന്നെ സുഖപ്പെടുത്തിയല്ലോ. നിത്യസ്നേഹം. നിന്നെ ഇന്നല്ല, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് നിന്നെ എനിക്കറിയാം. എനിക്ക് വേണ്ടിയാണ് നിന്നെ ഉരുവാക്കിയത്. നീയാണ് എന്നെ അറിയാതിരിക്കുന്നത്. പരിതസ്ഥിതി എന്നെ വിട്ട് നിന്നെ അകറ്റി നിർത്തി. നിന്റെ ഉള്ളിൽ വെറും ഭക്തിയെയും എടുത്തുചാട്ടത്തെയും തന്ന് സത്യദൈവമായ എന്നെ അറിയാത്ത വിധമാക്കിയിരുന്നു.
എന്നാൽ നിന്നോടുള്ള എന്റെ സ്നേഹം മാറിയിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് അന്വേഷിച്ചു വന്ന് നിന്നെ സൗഖ്യമാക്കി എന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോർത്ത് ഞാൻ ഇന്നും ദൈവത്തെ കണ്ണുനീരോടെ സ്തുതിക്കാറുണ്ട്. ഇന്ന് ദൈവം നിങ്ങളെ സ്നേഹിച്ച്, എന്റെ മകനെ, എന്റെ മകളെ, ആര് നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ സ്നേഹിക്കും. ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചവൻ. ഞാനല്ലേ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നിനക്ക് പാപശാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. കം, നീ വാ. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, നിനക്ക് വിമോചനം തരുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു. നിനക്ക് മാതാവിന്റെ സ്നേഹം വേണോ? അതെന്റെ അടുത്തുണ്ട്. പിതാവിന്റെ സ്നേഹം വേണമോ? എന്റെ അടുത്തുനിന്ന് ലഭിക്കും. സുഹൃത്തിന്റെ സ്നേഹം വേണമോ? അതും എന്റെ അടുത്തുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. അവന്റെ കൈകളിൽ നിങ്ങളെ ഏൽപ്പിക്കൂ. അവന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസവും സന്തോഷവും സ്നേഹവും കൊണ്ടുവരും. ദൈവത്തോട് പറയൂ, ദൈവമേ, നിനക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്. നിത്യമായ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എന്നോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നല്ലോ. എനിക്കായി മരിച്ചല്ലോ. ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിന് എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.